പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ പ്രധാന കൃഷിയായ കുറ്റിക്കുരുമുളകാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ കുറ്റിക്കുരുമുളകൊക്കെ കുറേ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചതൊക്കെ മഴയായപ്പോൾ വീണ്ടും പൂവിട്ട് തളിർത്ത് നല്ല രീതിയിൽ കായ പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ നിന്നൊക്കെ കുരുമുളക് പറിക്കുന്നതൊക്കെ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇത് കായ പിടിച്ച് നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഉടനീളം കുരുമുളകിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അറിയാത്തവർക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ നമ്മളത് തിരി നീളമുള്ള ഐറ്റംസ് തന്നെയാണ്. വേനൽക്കാലമായപ്പോൾ കുറേയൊക്കെ കൊറിയർ നിർത്തി വെച്ചിരുന്നു. അയക്കുന്നതൊക്കെ വാട്ടവും കൂടുതൽ കേടുവരലൊക്കെ ആയിട്ട്. അപ്പോൾ വർഷക്കാലമായപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ കുറേ പേർ ചോദിച്ചിരുന്നു, അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ചോദിച്ചു തുടങ്ങാം. പറമ്പിലും മുറ്റത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് കുറ്റിക്കുരുമുളക്. അതൊരു പൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടിക്കൊടുത്താൽ അത് നല്ല രീതിയിൽ കുറ്റിയായിട്ട് ബുഷായിട്ട് നമ്മളെ വീട്ടുവളപ്പിലും പറമ്പിലും നമ്മളെ മുറ്റത്തൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ കഴിയും. നമ്മളെ ഈ മുറ്റത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ കുറ്റിക്കുരുമുളകൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുപോയി വെച്ചാലും അടുത്ത വർഷത്തിലാണ് അത് നല്ല രീതിയിൽ പിടിച്ച് കായ്ഫലമൊക്കെ തരാൻ തുടങ്ങാം. നമ്മൾ കൊണ്ടുവച്ച പാടൊന്നും അത് പെട്ടെന്ന് വളർന്ന് കിട്ടണമെന്നില്ല. ഈ വർഷത്തിലൊക്കെ കുറച്ചൊക്കെ വളർന്നു വരും. പിന്നെ വേനലിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ പൊട്ടിച്ചെന്നിച്ച് ഇതിൽ കാണുന്ന പോലെയൊക്കെ നന്നായിട്ട് വളരും. അപ്പോൾ ഇത് വാങ്ങിയിട്ട് വളരുന്നില്ല എന്നുള്ളൊരു മനസ്സൊന്നും വേണ്ട. അത് വളർന്ന് നന്നായിട്ട് വരും. വളർന്നു വരുമ്പോൾ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നന്നായിട്ട് വളരും ചെയ്യും. ആദ്യമൊക്കെ വളരാൻ പ്രയാസം ഉണ്ടാവും കുറ്റിക്കുരുമുളക് കാണുമ്പോൾ. എന്നാൽ അത് വളർന്നു തുടങ്ങിയാൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ വേരൊക്കെ പിടിച്ച് നല്ല രീതിയിലൊക്കെ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ അനുയോജ്യമായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തഴച്ച് വളരും. പിന്നെ നമ്മൾ കുരുമുളക് വളരുന്നത് നമ്മൾ അറിയില്ല. അത്രയ്ക്ക് രീതിയിൽ കാട് കെട്ടി വളരും. അപ്പോൾ നമ്മളെ ഈ മുറ്റത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുറ്റത്ത് എന്നല്ല നമ്മളെ പറമ്പിലൊക്കെ ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഇതുപോലത്തെ ചെറിയ കുറ്റി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. ദൂരെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരും. നല്ല തിരി നീളമുള്ള ഐറ്റംസ് തന്നെയാണ്. മുമ്പൊക്കെ പറഞ്ഞ പോലെ ഒരു കുറ്റിക്കുരുമുളകെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കുരുമുളക് ഏത് സമയത്തും ലഭിക്കും എന്നതാണ്. അതിപ്പോൾ നമ്മളെ കുറ്റിക്കുരുമുളക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലുമൊക്കെ പച്ചക്കുരുമുളക് അതിലുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മളെ കുരുമുളക് ചിലവാകാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറമ്പിൽ വെച്ചതും മുറ്റത്ത് വെച്ചതും എല്ലാം നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ചിട്ട് അത് കായ പിടിച്ച് തിരിയിട്ടതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതേ തൈ തന്നെയാണ് നമ്മളെല്ലാവർക്കും ഓർഡർ ചെയ്യുന്നതും കൊടുക്കുന്നതൊക്കെ. അല്ലാതെ വേറൊരു തൈകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതേ ഇനം തൈകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ രീതിയിലൊക്കെ സംരക്ഷിച്ചാൽ ഒരു 2-3 വർഷം കാത്തിരുന്നാൽ നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ ബുഷായിട്ട് വരും എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. ഏത് കാലത്തും കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ലൊരു വിള തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു വിളയാണ്. എന്നാലിപ്പോൾ കുരുമുളകിനൊക്കെ നല്ല വിലയാണ്. ഓൺലൈനിലൊക്കെ നമുക്ക് 1 കിലോ കുരുമുളക് കിട്ടണമെങ്കിൽ 800, ചുരുങ്ങിയത് 800 കൊടുക്കണം. അല്ലെങ്കിൽ 1000, 1200 അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ കടയിലൊക്കെ കൊണ്ടു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 620, 630 എന്ന തോതിലാണ്. അപ്പോൾ റീറ്റെയിലായിട്ട് 800, 1000 ഒന്നും വലിയ വിലയല്ല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. കുരുമുളക് നല്ലൊരു വിളയാണ്. അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വിള തന്നെയാണ്. കറുത്ത പൊന്നെന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല. ഏത് നിലത്തും കിടന്ന് കായ്ക്കുന്ന ഐറ്റംസാണ്. ഇപ്പോൾ തിരിയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയാത്തത്. അത് നല്ല രീതിയിൽ തിരിയിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ 1.5 വർഷം മുമ്പേ വെച്ചതാണ്. നല്ല രീതിയിൽ തിരിയിട്ട് വരുന്നുണ്ട്. പടർന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രമാത്രം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും
ബൈ ബൈ, നന്ദി, നമസ്കാരം.